ക്രിസ്തുവിൻ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതാ. എന്നെ തന്നെ മറന്ന് ക്രൂശെടുത്തു ഞാൻ. നിന്നയും ചുമന്നുപോം പാളയത്തിൻ പുറം. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, ലോകത്തിൽ എൻ സൗഖ്യമായി. ഘോര വിപത്തുകളിൽ എന്നെ താൻ ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 50 വരെയുള്ള വേദവാക്യങ്ങൾ. ഇന്നത്തെ ധ്യാനചിന്ത ക്രൂശിലെ സ്നാനം എന്നുള്ളതാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും മഹത്വ സ്നാനം ചോദിക്കുമ്പോൾ യേശു അവരോട് പറയുന്നത്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാമോ? ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾക്ക് സ്വീകരിക്കാമോ എന്നാണ്. യാക്കോബും യോഹന്നാനും മഹത്വം അന്വേഷിക്കുമ്പോൾ യേശു പറയുന്നത്, നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ സേവകൻ ആകണമെന്നാണ്. ഇത് ലോകത്തിൻ്റെ ചിന്താഗതിക്ക് വിരുദ്ധമാണ്. ലോകം പറയുന്നത് ഉയരുക ഉയരുക എന്നാണ്. ക്രിസ്തു പറയുന്നത് താഴുക. ഇവിടെ യേശു പറയുന്ന സ്നാനം വെള്ളത്താൽ നടത്തുന്ന സ്നാനമല്ല, അത് കഷ്ടതയുടെയും ക്രൂശിൻ്റെയും സ്നാനമാണ്. ക്രിസ്തു ഏറ്റെടുത്ത സ്നാനം വേദന സഹിക്കുന്നതിൻ്റെയും നിരസിക്കപ്പെടുന്നതിൻ്റെയും ക്രൂശ് വഹിക്കലിൻ്റെയും അനുഭവമാണ്. ക്രൂശില്ലാതെ മഹത്വമില്ല. യേശു തൻ്റെ ജീവിതം ഒരു മാതൃകയായി കാണിക്കുകയായിരുന്നു. ആദ്യം ക്രൂശ്, പിന്നെ മഹത്വം. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും പരീക്ഷകൾ വരാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരാം. ഇവയെല്ലാം ക്രൂശിലേക്കുള്ള സ്നാനമാണ്. ഈ ഭാഗത്ത് പരാമർശിക്കുന്ന അന്ധനായ ഭർത്തിമായുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത്, അവൻ നിലവിളിച്ചു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നോട് കരുണ കാണിക്കണമേ. ആളുകൾ അവനെ തടയുന്നുണ്ട്. എന്നാൽ അവൻ അത്യുച്ചത്തിൽ നിലവിളിച്ച് സൗഖ്യം പ്രാപിക്കുന്നു. അവൻ തൻ്റെ കുപ്പായം പോലും വിട്ട് കർത്താവിനെ തുടർന്ന് അനുഗമിക്കുകയാണ്. അവൻ തൻ്റെ പഴയ ജീവിതം തന്നെ വിടുന്നു. ഇതാണ് ക്രൂശിലെ സ്നാനം. പഴയത് വിട്ട് ക്രിസ്തുവിനെ പിന്തുടരുക. ഇന്ന് നമുക്ക് ഈ സ്നാനം സ്വീകരിക്കുവാൻ കഴിയുമോ? ഈ സ്നാനം സ്വീകരിക്കണമെങ്കിൽ അവൻ്റെ ക്രൂശ് വഹിക്കുവാൻ തയ്യാറാകണം. ക്രിസ്തുവിൻ്റെ ക്രൂശ് എടുക്കുക അത്ര എളുപ്പമല്ല. എന്നാൽ അതുമാത്രമാണ് മഹത്വത്തിലേക്കുള്ള ഏക മാർഗം. ക്രൂശില്ലാതെ കിരീടമില്ല, സ്നാനമില്ലാതെ പുതുജീവിതമില്ല. ഈ നോമ്പ് നാളുകളിൽ ഈ ക്രൂശെടുക്കുവാൻ നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വഴിയിൽ വിശ്വസ്തരായി സഞ്ചരിക്കുവാൻ എന്നെ ഒരുക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.